നമസ്കാരം, ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോയാണ് ഫേസ് പാക്ക്. അത് പെട്ടെന്ന് നമുക്ക് കളർ വയ്ക്കാൻ, ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു പാക്കാണ്. വളരെ വളരെ സിമ്പിളാണ്. ഞാൻ എല്ലാം ചെയ്യുന്നത് കിച്ചണിലുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പാടുകൾ, ചില പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ നമുക്കിത് ചെയ്യാം. ഡെയിലി നിങ്ങൾക്കൊരു 10 ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കി ഏത് അടയാളവും ഇത് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 2-3 ദിവസം ചെയ്യാം. സ്കിന്നൊക്കെ നല്ല ഗ്ലോയും നിറവും ഒക്കെ വർദ്ധിക്കും. പെട്ടെന്ന് സമയം കളയാതെ നമുക്ക് പാക്കിലേക്ക് പോകാം. ഇതിൻ്റെ മെയിൻ താരം എന്ന് പറഞ്ഞത് ഓറഞ്ചിൻ്റെ പൗഡർ, ഓറഞ്ചിൻ്റെ തൊലി അറിയാലോ, ഓറഞ്ച് തോല് ഉണക്കി പൊടിച്ചതാണ്. ഇത് നമുക്കിപ്പോൾ റെഡി ഓൺലൈനിലൊക്കെ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അതിനൊക്കെ കാട്ടിൽ ബെറ്റർ നമ്മുടെ കയ്യിൽ ഓറഞ്ച് കഴിച്ചിട്ട് അതിൻ്റെ തോടുണ്ടല്ലോ, അത് നമുക്ക് പൊടിച്ച് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഓറഞ്ചൊക്കെ മിക്ക വീടുകളിൽ നമ്മൾ വാങ്ങിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഇതിനായിട്ട് ഒരു 1 കിലോ ഓറഞ്ച് വാങ്ങിച്ചിട്ട് അതിൻ്റെ തോട് പൊളിച്ചെടുക്കുക. എടുത്തു കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് ഉണക്കണം. നല്ല ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത പൊടിയാണ് ഞാൻ കണ്ടത്. ഓറഞ്ച് തൊലി അതിൻ്റെ തോടെടുത്ത് പൊടിച്ചതാണ്. നല്ല പൊടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് അത് വെച്ചാണ് നമ്മളിന്ന് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. ഒരു പാക്കാണ്, പക്ഷേ ഒരുപാട് ഗുണമുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കുറച്ച് ഞാനിത് പൊടിച്ച് വച്ചേക്കുന്നതാണ്. 1 സ്പൂൺ ഓറഞ്ചിൻ്റെ പൊടി എടുക്കുക. നമുക്ക് എത്രയാണോ വേണ്ടുന്നത്, അഥവാ ഇത് വെച്ച് നമുക്ക് അധികം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നെ ചെയ്യുന്നത് തൈരാണ്. തൈരിൻ്റെ കൂടെ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, സ്കിൻ ഗ്ലോ കിട്ടാൻ ഏറ്റവും നല്ലതാണ്. കുറച്ച് തൈര് ഒഴിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പാക്കാണ് ചെയ്യുന്നത്. പിന്നെ തേൻ, ഇത് നല്ല നാടൻ തേനാണ് കേട്ടോ. ഞാനൊരു കുപ്പിയിൽ ഒഴിച്ചതേ ഉള്ളൂ. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കൊണ്ടു തന്നതാണ്, നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തേനാണിത്. അവിടുന്ന് ആ ഒറിജിനൽ തേൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് ഞാൻ എടുത്തു വെച്ചതാണ്. കുറച്ച് തേൻ ഒഴിക്കുക. തേന് ഫേസിന് നല്ലതാണ്, കളർ വയ്ക്കാനും നമ്മുടെ പാടുകളെയൊക്കെ മാറ്റാനും ഒക്കെ ഒത്തിരി ഗുണമുള്ളതാണ്. പിന്നെ ഇത് കസ്തൂരി മഞ്ഞൾ. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാനൊരു കസ്തൂരി മഞ്ഞളുടെ പൊടി കാണിച്ചു. പലരും പറഞ്ഞു ഇത് കസ്തൂരി മഞ്ഞളല്ല, ഇത് പൊടി വാങ്ങിക്കരുതെന്ന്. ഞാൻ ആ ഒരു സമയം ഒരു അങ്ങാടിക്കടയിൽ നിന്ന് ഇതിൻ്റെ ഒരു കിഴങ്ങ് എനിക്ക് തന്നു. ആ കടയിലെ ആൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കിഴങ്ങ് തന്ന് അത് ഞാൻ അതിൻ്റെ ആ വിത്ത് അറിയാമല്ലോ, അത് ഞാനെടുത്ത് ഉണക്കി കുഴിച്ചിട്ട് അത് കിളിച്ചു വന്ന് ഇതായപ്പോൾ അതിനകത്ത് വലിയൊരു കിഴങ്ങുണ്ടായിരുന്നു. അത് അരിഞ്ഞ് ഉണക്കിയതാണ്, ഒറിജിനലാണ്. ഞാനിത് നട്ട് കിളിപ്പിച്ചതാണ്. അത് പൊടിച്ചെടുത്ത പൊടിയാണ്. അപ്പം അതും കൂടി ചെയ്യുന്നത് നല്ലതാണ്. അഥവാ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ മഞ്ഞൾപ്പൊടി ചെറുതായിട്ടിടാം. ഇത്തിരിയേ ഉള്ളൂ, പക്ഷെ കുറച്ചിട്ടാൽ മതി. കസ്തൂരി മഞ്ഞളുടെ പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് ഒറിജിനലാണ്. പിന്നെ ചോദിക്കും ഇതല്ല കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയുടെ കളർ, ഒന്നും പറയേണ്ട, ഇത് ഒറിജിനൽ കസ്തൂരി തന്നെയാണ്. അത് ഞാൻ തന്നെ നട്ട് വളർത്തിയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കത് മിക്സ് ചെയ്യാം. ഇത്രയും സാധനങ്ങൾ മതി. പലരും പറയും സൗണ്ട് അവോയ്ഡ് ചെയ്യണമെന്ന്, അതുകൊണ്ട് കൈവശം ആക്കാം. കുറച്ചും കൂടെ തൈര് ചേർക്കാം. പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഇത്. കൈയാണ് ഏറ്റവും നല്ലത്. പക്ഷെ നിങ്ങൾ ഓറഞ്ചിൻ്റെ പൗഡർ വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ ഓറഞ്ചിൻ്റെ തോട് പൊളിച്ച് ഉണക്കിയെടുക്കുക. കുറച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു 2-3 ഓറഞ്ചിൻ്റെ തോടാണ്. പക്ഷേ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്കൊരു ടെന്നിലായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനത് ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. ഇത് ഞാൻ 100% റിസൾട്ട് ഉള്ളതാണ്. ഞാനിത് പലപ്പോഴും ചെയ്യാറുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്ത് ചെയ്താലും ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. വളരെ നല്ല എഫക്റ്റാണിത്. നന്നായിട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ചെയ്യും. വളരെ പെട്ടെന്ന് ഞങ്ങൾ പറയുകയാണ് കേട്ടോ. പൊട്ടെടുക്കട്ടെ. ടവലെടുത്തില്ല, കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. ക്ലീൻ ചെയ്ത് ഫേസിൽ വേണം ഇടാൻ. നമ്മളൊരു ഫേസ് വാഷ് വെച്ച് ക്ലീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് അത് വെച്ച് നമുക്ക് ഫേസ് വാഷിന് വരെ ഉപയോഗിക്കാം. അതൊരു 2-3 ദിവസത്തിന് വരെ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. നല്ലൊരു ഫേസ് വാഷാണ്. അറിയാമല്ലോ, റൈസ് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിപ്പം ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും.
വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് വേണ്ടുന്ന ഓറഞ്ചിൻ്റെ തോട് മാത്രമാണ്. അത് ഒരു പ്രാവശ്യം വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം. അത് ഫ്രിഡ്ജിൽ വെക്കുന്നത് കുറച്ചുകൂടെ നല്ലത്. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത്. ഇനി പുറത്തും വെക്കാതിരിക്കും. ഞാൻ ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. വളരെ നല്ല റിസൾട്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ഇട്ടേക്കണം. ഞാനിത് കഴുത്തിലൊന്നും ഇടുന്നില്ല. പെട്ടെന്ന് നമുക്കൊരു ഗ്ലോ കിട്ടും. പെട്ടെന്നൊരു ഗ്ലോ കിട്ടുമെന്ന് മാത്രമല്ല, ഇതൊരു സ്ഥായിയായ ഗ്ലോ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു 10 ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നിങ്ങൾക്ക് അടയാളങ്ങളും അതൊക്കെ മാറ്റാനും ഒക്കെ നല്ലതാണ്. ഇതൊന്നും ഡെയിലി ചെയ്തെന്ന് പറഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ പറയുക. ഞാനിപ്പോൾ ഇതിനോടൊപ്പം ഒരു കാര്യം പറയുകയാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ഒരു വൃശ്ചികം 1-ാം തീയതി മുതൽ ഒരു പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ക്ലാസ്സാണ്. ആദ്യം മുതൽ എല്ലാം പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാ ഉണ്ട്. അതും എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ ടിപ്സുകളും ഈ വീഡിയോയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇതിപ്പം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനങ്ങ് തുടയ്ക്കുകയാണ്. ഒന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ കഴിയുമ്പോൾ കുറച്ചും കൂടി സമയം കൂടി ഇരിക്കുക കേട്ടോ. നന്നായിട്ടൊരു മസാജ് ചെയ്യുക. മസാജിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നോക്കി നിങ്ങൾ ലൈറ്റായിട്ട്, ഒരുപാട് മസാജില്ല, നല്ല കുറച്ച് മസാജ് ചെയ്തിട്ടാൽ കുറച്ചും കൂടെ റിസൾട്ടാണ് മുഖത്ത്. എപ്പോഴും നമ്മൾ പാക്ക് ഇടുമ്പോൾ നിങ്ങൾ മസാജ് ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്താൽ മതി. കുറച്ചുകൂടെ കുറച്ചുകൂടെ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല റിസൾട്ടായിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ലൈവായിട്ടാണല്ലോ നിങ്ങൾ കാണുന്ന റിസൾട്ട്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. ഞാനിത് ചെയ്യാറുണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമുക്കൊരിടത്ത് ഇപ്പോൾ പോകുമ്പോൾ രാവിലെ തന്നെ ചെയ്താൽ മതി. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, പാക്ക് നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ വൈകിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഈവനിങ്ങിന് ചെയ്യുക. അപ്പം ചൂട് തട്ടത്തില്ലല്ലോ, വെയിലൊന്നും തട്ടാതെ നമുക്ക് സ്കിൻ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റും. പിന്നെ എവിടെയെങ്കിലും ഒന്ന് പെട്ടെന്ന് പോകണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി മുഖം നന്നായിട്ട് ഞാൻ കഴുകിക്കോളാം. ഇപ്പോൾ ഒന്ന് തുടയ്ക്കുന്നതാണ്. ഉണ്ടോ, കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നല്ലൊരു ചേഞ്ചാണ്. ഇത് ഓറഞ്ച് തോട് ഇങ്ങനെ പൊടിക്കുമ്പോൾ നമുക്കൊരു പരുവരിപ്പ് തോന്നും. അപ്പോൾ കുറച്ച് സ്ക്രബിന് പകരവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സ്ക്രബും കൂടെ ഒരു ഫേഷ്യൽ എഫക്റ്റാണ് ഇത് ചെയ്യുമ്പോൾ. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഫേഷ്യൽ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് സ്ക്രബും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് തന്നെ കിട്ടും. നല്ല ഗ്ലോയാണ്. ആ സ്കിന്നിന് നല്ല മൃദുത്വമാണ്. നല്ല പട്ടുപോലെ വിളവിളവിളാന്നിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.